ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീഷ് ശങ്കർ സംവിധാനം ചെയ്ത ചെക്ക് മേറ്റ് കണ്ടു പുറത്തിറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ പടം കാണുന്നത്. പ്രതീഷ് ശങ്കർ ഇതിലെ സംവിധാനം മാത്രമല്ല, ആൾ നല്ല ബംഗാളി പണിയെടുത്തിട്ടുണ്ട്. സ്കിൽഡ് ഡയറക്ടർ, റൈറ്റർ, മ്യൂസീഷ്യൻ, സ്ക്രീൻ പ്ലേ അടിപൊളിയാട്ടെ. എന്തൊക്കെ പറഞ്ഞാൽ ആളൊരു കഴിവോടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അനൂപ് മേനോൻ, ലാലൊക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. ന്യൂയോർക്കിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഫാർമ ബേസ്ഡ്. അവിടെ നടക്കുന്ന പൊളിറ്റിക്സ്, പെണ്ണ്, പണം, കാശ്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് അച്ചായന്മാർക്ക് നീതിയൊന്നുമില്ല. അവിടെ പോയിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കുക, എതിർക്കാൻ വരുന്നവരെ വെട്ടി വീഴ്ത്തുക, നോ കമ്മിറ്റ്മെന്റ്സ്, അതൊക്കെ ആയിട്ട് കഥ പറയുന്ന ഒരു പടം. പടത്തില് കുറെ സംഭവങ്ങൾ നോട്ട് കണക്ഷൻ. പിന്നെ അവർ കണക്ഷൻ കൊണ്ടുവരാൻ കുറെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സെറ്റ് ആവുന്നില്ല. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ പടം. ഫുള്ള് ന്യൂയോർക്കാണ് ഈ പടം ഉള്ളത്. അവിടുത്തെ ടു സെറ്റ് കാര്യങ്ങളൊക്കെ ക്യാമറയൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ് ഒക്കെ ഒരു വിധത്തിൽ കുഴപ്പമില്ല. പക്ഷെ കണക്ഷൻ എന്ന് പറഞ്ഞ സാധനം അത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അതിൽ വന്നിട്ടില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ കുറേ ന്യൂയോർക്ക് മലയാളികൾ, അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കുറവ്. ഇപ്പോൾ നമ്മളൊരു പടത്തിൽ ചില റോളുകൾ ചെയ്യുമ്പോൾ ഇന്ന ആളായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. അതുപോലെ എനിക്ക് ഒരുപാട് ആൾക്കാരെ കണക്റ്റായി. പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പടത്തിന് എക്സ്പീരിയൻസ്ഡ് ആള് ആ റോള് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വിഷ്വലൈസ് നല്ല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ന്യൂയോർക്കാണ്, ക്യാമറ ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ടീമിന്റെ അത്യാവശ്യം നല്ല കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഫിലിം എന്ന രീതിയിൽ 2 മണിക്കൂർ 5 മിനിറ്റ് പിടിച്ചിരുത്താനുള്ള ടു സെറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അശ്വന്ത് ഗോക്ക് പറഞ്ഞ പോലത്തെ ഷോർട്ട് ഫിലിം ഒന്നല്ല കേട്ടോ. 2 മണിക്കൂർ പടമുണ്ട്. പക്ഷെ ഷോർട്ട് ഫിലിമിനുള്ളൊരു കണ്ടന്റ് ഉള്ളൂ. പക്ഷെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ നല്ല താരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റായിരുന്നു. പെർഫോമൻസ് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ പ്രത്യേകിച്ചായിട്ട് പറയാനൊന്നുമില്ല. കുറെ പുതിയ ആളുകളുണ്ട്. അനൂപ് മേനോൻ, ലാല്, രേഖ ഹരീന്ദ്രൻ, ജെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടിയാണ്. ഞാൻ വേറെ പടങ്ങളിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടി പോയതായിരിക്കും. സ്കിൽഡ് ആണ്. രാജലക്ഷ്മി, അഞ്ജലി മോഹൻ, മേഘ്ന നായർ, സൗമ്യ രാജൻ, ശ്യാം ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇവരൊക്കെ ഒരു ആഗ്രഹമായിരിക്കും ചിലപ്പോൾ സിനിമ എടുക്കുന്നത്. അങ്ങനെ ചെയ്തായിരിക്കും. രതീഷ് ശങ്കറാണ് എനിക്ക് പിടിച്ച്. ഞാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് ആള്. ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, റൈറ്റർ, മ്യൂസിക്. പിന്നെ അത്യാവശ്യം ഈ ഫിലിം ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് നല്ല ബഡ്ജറ്റ് എടുത്ത പടമാണ്. പക്ഷെ അവരത് ഒതുക്കി കളഞ്ഞു നോക്കി. നല്ലൊരു അറ്റംപ്റ്റ്. മലയാള ഇൻഡസ്ട്രി പടങ്ങളൊക്കെ വരണം. അപ്പോൾ അതിനങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അറ്റംപ്റ്റ് മാത്രമാണ്. പടം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം എന്നല്ല. മസ്റ്റ് വിസിറ്റ് ഇൻ തിയേറ്റർ എന്നൊന്നും നമ്മൾ പറയില്ല, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നൊന്നും പറയില്ല. പക്ഷെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ അനൂപ് മേനോൻ പടങ്ങൾ മൊത്തത്തിൽ വരുന്ന സമയത്ത് ആളുകൾ പണ്ടൊക്കെ നമ്മൾ അനൂപ് മേനോൻ പടം എന്ന് പറയുമ്പോൾ ഹാപ്പിയാണ്, കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇപ്പം അതല്ല. അപ്പം അതിൻ്റെതായ പിന്നെ ആളെ ആക്ടിങ് കാര്യങ്ങൾ ഇവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്റ്റഡ് ആവും. പക്ഷെ ഒരു ഫിലിം എന്നുള്ള രീതിയിൽ ഫാർമ മെഡിക്കൽ 100 പേര് മരിച്ചാലും 10,000-കണക്കിന് ആളുകൾ രക്ഷപ്പെടുത്താൻ ഒരു മെഡിസിനിൽ എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ഉണ്ട്. പിന്നെ RD ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കുറെ സംഭവങ്ങൾ. പറ്റുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാം. അതിന് വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സമയം കളഞ്ഞ് കാണണം എന്നൊന്നും ഞാൻ പറയില്ല. ഫ്രീ ടൈം ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. ഒരു അറ്റംപ്റ്റ് ആണ്. എനിക്ക് പേഴ്സണലി കണ്ടിരുന്നു. ഒരു ആവറേജിന് താഴെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. മലയാള സിനിമയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു മേക്കിംഗ് മൂവി ഇപ്പം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഒരുപാട് പടങ്ങൾ, വിദേശ ഷൂട്ട് ചെയ്ത പടങ്ങൾ നമ്മൾ പണ്ട് മുതലേ കാണുന്നുണ്ട്. മണ്ടന്മാർ ലണ്ടനിൽ മുതൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്താ പറയുക, പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷെ ഫിലിമാണല്ലോ. എത്ര ബിഗ് ബഡ്ജറ്റ് പടങ്ങളും സൂപ്പർ സ്റ്റാർ പടങ്ങളൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. അതിൽ അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോത്സാഹിപ്പിച്ച് വിടാം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.